CPM വിമതർ ചുവന്ന കൊടി ഉയർത്തി പാർട്ടി സമ്മേളനത്തിലെ നേതാക്കളെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. ഇത് CPMലാണ് സംഭവിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വലിയ കേഡർ പാർട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ അത് ഒരു കേഡർ പാർട്ടിയോ ഒരു സംഘടനാ ശക്തിയുള്ള പാർട്ടിയോ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ചില കാര്യങ്ങൾ കാണും. നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഈ അണികളെല്ലാം കൂടി നേതൃത്വത്തിനെതിരായി സംസ്ഥാന നേതൃത്വത്തിനെതിരായി പ്രകടനത്തിനിറങ്ങിയ ഒരു അനുഭവമുണ്ട്. അത് VS അച്യുതാനന്ദന് പാർട്ടി ടിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് കൊടുക്കാതെ വന്നപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ച് രംഗത്ത് വരികയും അങ്ങനെ അവസാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മുട്ടുമടക്കി VS അച്യുതാനന്ദന് ടിക്കറ്റ് കൊടുത്തതും നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴിതാ അതിനേക്കാളും ഗുരുതരമാണ് CPMന്റെ പല പ്രദേശങ്ങളിൽ നടക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ കയ്യാങ്കളി നടക്കുന്നു, തല്ല് നടക്കുന്നു, പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്നു, പരസ്പരം ചില പ്രയോഗങ്ങൾ നടത്തുന്നു. ഇങ്ങനെ അടി പിടി ബഹളം നടക്കുന്നു, റോഡിൽ ഇറങ്ങി അടി നടത്തുന്നു, സമ്മേളന സ്ഥലത്ത് ഗേറ്റ് പൂട്ടിയിട്ട് അടി നടക്കുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതാ അവസാനം പാർട്ടി നേതാക്കന്മാരെ തിരഞ്ഞെടുത്തതിൽ പാർട്ടി കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അണികൾ ശക്തമായിട്ട് ചുവന്ന കൊടിയും പിടിച്ച് നേതാക്കളെ പ്രതിഷേധിച്ചുകൊണ്ട് എതിരായി അവർ പ്രകടനം നടത്തിയിരിക്കുന്നു. ഗംഭീര പ്രകടനമാണ് അവിടെ നടന്നത്. പ്രകടനം കരുനാഗപ്പള്ളി പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു എന്ന വാർത്തയായി വരുന്നത്. ഇനി ഇതിനു മുമ്പ് നമ്മൾ കരുനാഗപ്പള്ളിയിൽ കുലശേഖരം സൗത്ത് ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ അവിടെ തമ്മിലടി നടന്നു. കാരണം അവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാനൽ അവതരിച്ചപ്പോൾ ഒരു 8-10 പേര് 19 പേര് മത്സരിക്കാൻ രംഗത്ത് വന്നു. അങ്ങനെ മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ മത്സരിക്കാൻ പറ്റില്ല എന്ന് നേതാക്കന്മാർ പറഞ്ഞു. പറ്റില്ല, ഞങ്ങൾക്ക് മത്സരിക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പാനലിൽ വെച്ചിരിക്കുന്ന കുറേ നേതാക്കന്മാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് പിന്നെ സമ്മേളനം നിർത്തിവെച്ചു. അത് കഴിഞ്ഞ ദിവസം ഈ സമ്മേളനം വീണ്ടും നടത്തി. വീണ്ടും ഇതേപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ വെച്ചപ്പോൾ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നു ആൾക്കാർ. മത്സരം നടക്കില്ല എന്ന് പറഞ്ഞിട്ടും നടന്നില്ല. അവസാനം സമ്മേളനം രണ്ടാമതും നിർത്തിവെച്ചതിന് ശേഷം അവിടെ തർക്കമായി, ബഹളമായി, അടിയായി, ബഹളമായി. ഗേറ്റ് പൂട്ടിയിട്ട് അകത്ത് കിടന്ന് തമ്മിലടിച്ചു, തമ്മിൽ തന്തയ്ക്കും വിളിച്ചു. ഇതാണ് കുലശേഖരം ലോക്കൽ കമ്മിറ്റിയിൽ നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ കുലശേഖരം ലോക്കൽ കമ്മിറ്റി കൂടെ ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഏകദേശം 5 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് നേതൃത്വത്തിനെതിരെ ഉണ്ടായത്. അത് നടന്നത് തൊടിയൂർ, ആലപ്പാട്, കുലശേഖരം സൗത്ത് തുടങ്ങിയ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നാണ് ആൾക്കാർ പ്രകടനം നടത്തിയപ്പോൾ അവരൊരു പ്ലക്കാർഡ് പിടിച്ചു കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. അതായത് അവിടെ P. ഉണ്ണിയായിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി. ആ P. ഉണ്ണിയെ മാറ്റിയിട്ട് H. A. സലാമിനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അതിൽ പ്രതിഷേധിച്ചാണ് CPM പ്രവർത്തകർ പ്രകടനമായി രംഗത്ത് വന്നു. അവർ പ്ലക്കാർഡ് ഉയർത്തിയിരുന്ന പ്ലക്കാർഡ് എന്താണെന്ന് അറിയാമോ? അതായത് വളരെ വളരെ അർത്ഥവത്തായ പ്ലക്കാർഡാണ്. അവർ ഉയർത്തിയിരുന്നത് ഗോവിന്ദചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം, അനിയം ബാവ, ചേട്ടൻ ബാവ, ഇവരെ പുറത്താക്കുക. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്ലക്കാർഡിൽ എഴുതി വെച്ചിരുന്നത്. ഗോവിന്ദചാമിക്ക് ശേഷം അമീർ ഇസ്ലാം, P. ഉണ്ണിക്ക് ശേഷം H. A. സലാം, അനിയം ബാവ, ചേട്ടൻ ബാവ, ഇവരെ പുറത്താക്കുക. ഇതായിരുന്നു പ്ലക്കാർഡ്. ആലോചിച്ച് നോക്കുക, ഒരു CPM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഒരു കേഡർ പാർട്ടിയുടെ ദുർഗതി എന്ത് അവസ്ഥാനത്തിലാണ് പോകുന്നതെന്നും പലപ്പോഴും നമ്മൾ പറയേണ്ട. അതിൻ്റെ ജീർണതയുടെ അങ്ങറ്റത്തേക്കാണ് ആ പാർട്ടി പോകുന്നത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. അവിടെ ഈ മുതലാളിമാരായ പാർട്ടി നേതാക്കളാണ് പാർട്ടി കയ്യിൽ വച്ചിരിക്കുന്നതെന്നും ഇവർക്ക് മുതലാളിമാരായിട്ടാണ് ബന്ധമെന്നും സാധാരണക്കാരുമായിട്ട് ബന്ധമില്ലെന്നും മുതലാളിമാരുടെ പടത്തലവരായ നേതാക്കന്മാരാണ് അവിടെ ഉള്ളതെന്നും പാവപ്പെട്ടവരുടെ പടത്തലവരാരുമില്ല എന്നും ഒക്കെയാണ് അവിടുത്തെ ഈ പ്രതിഷേധകർ ഉയർത്തുന്നത്. എന്തായാലും CPMലെ ഈ ഒരു പ്രവണത, അതായത് നേതൃത്വത്തിനെതിരെ പൊതുരംഗത്ത് പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ പൊതുമണ്ഡലത്തിൽ വന്നിട്ട് പ്രതിഷേധം നടത്തുക, അവരുടെ പേരുൾപ്പെടെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുക എന്ന് പറഞ്ഞാൽ
CPM എന്നുള്ള പാർട്ടിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷേ സംഭവിക്കുന്നു, ഇനിയും സംഭവിക്കും. ഇനി ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും നടക്കാനുണ്ട്. CPMന്റെ നേതാക്കൾ പറയുന്നത് ഇതെല്ലാം പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്, വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതൊന്നും പാർട്ടിക്കൊന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ CPM അറിയുന്നില്ല, CPMന്റെ മുകളിലിരിക്കുന്ന നേതാക്കന്മാർ അറിയുന്നില്ല, താഴത്തെ തായ്വേര് പോലും ദ്രവിച്ച് പൂർണ്ണമായും പോയിരിക്കുന്നു. ഇനി ചെറിയ 1-2 വേരുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ പച്ചയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതും പെട്ടെന്ന് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടക്കുന്ന നേതൃത്വം നാശത്തിൻ്റെ വഴിയിൽ വളരെ വേഗത്തിൽ പോവുകയാണ്.